എല്ലാവർക്കും നമസ്കാരം. നമുക്കിവിടെ പെട്ടെന്നൊരു ചിക്കൻ കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഗരം മസാല, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് അതേ തേച്ച് പിടിപ്പിക്കാം. ഇതിന് ശേഷം അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു 5 സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാല അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുക്കർ വെച്ച് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉള്ളിയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ കേൾക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ വേറൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ 2 സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുക് വറുക്കാനായി കടുക് ഇട്ട് തേങ്ങയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ബാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. പേസ്റ്റ് ആക്കിയായാലും ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കറിനകത്തിലെ ചിക്കൻ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചിക്കനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. അതിനുശേഷം ബാക്കി വെച്ചിരിക്കുന്ന സവാള ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വെന്ത ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ വെള്ളം വറ്റിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ശകലം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.